آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാൽ റമദാനിൻ്റെ 1/3 പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് കഴിയാൻ പോവുകയാണ്. അഹ്ലൻ റമദാനുകളിലൂടെയും മറ്റുമൊക്കെ റമദാനിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് കേട്ട നാം, റമദാനിൽ ഒട്ടനവധി കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് ആഗ്രഹം വെച്ച് പുലർത്തിയ നാം, ഈ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്രത്തോളം അതിനോട് കൂറു പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്ന ഒരു ആത്മപരിശോധന നമ്മിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു വയോവൃദ്ധന്റെ മനസ്സ് പോലും 2 കാര്യങ്ങളിൽ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഫി ഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമവും സ്നേഹവും, ദുനിയാവിൽ ഒരുപാട് നേടിയെടുക്കണമെന്നും കൊയ്തെടുക്കണമെന്നും ആഗ്രഹമാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണല്ലോ, ഒരു വാദി മുഴുവൻ, ഒരു താഴ്വര മുഴുവൻ ഒരു വ്യക്തിക്ക് സ്വർണം കിട്ടിയാലും അവൻ ആഗ്രഹിക്കുമെന്ത്? ഒരു താഴ്വര കൂടി കിട്ടണമെന്ന്, അല്ലെ? വലം യംലഅഫഹു ഇല്ല തുറാബ് എന്നാണ്. അവന്റെ വായ എപ്പോഴടങ്ങുക? മണ്ണുകൊണ്ടല്ലാതെ അവന്റെ വായ അടയുകയില്ല എന്ന്. അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. ദുനിയാവിൽ ഒരുപാട് നേടണം, അത് മേടിക്കണം, ഇത് നേടണം, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നവരും ഒരുപാട് മയ്യത്തുകൾ താഴെ ഇറക്കി വെച്ചവരും ഒരുപാട് ജനാസ നമസ്കാരങ്ങൾക്ക് സാക്ഷിയായവരുമാണ്. ഈ ഖബറിൽ കിടക്കുന്നവ അവരുടെ ശരീരം മാത്രമല്ല ഖബറിലുള്ളത്, അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രിയപ്പെട്ടവരെ ഖബറിൽ കിടക്കുന്നവരോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ, നമുക്കൊക്കെ ഒരുപക്ഷെ കേട്ടു പരിചയിച്ചൊരു വാചകവും അത് നമ്മുടെ ജീവിതത്തോട് നാം ചേർത്തി വെക്കണം. അല്ലാഹുവാണേ സത്യം, ഖബറിൽ കിടക്കുന്നവരോട് ലതമന്നൂ, നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ ആഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ? തമന്നൂ യൗമൻ മിൻ റമളാനാണ്. പടച്ചോനെ, റമളാനിന്റെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവർ കൊതിക്കും, അവരാഗ്രഹിക്കും. സമാനമായ ഒട്ടനവധി വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് നാഥ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമളാൻ തുടങ്ങിയിട്ട് എത്ര മരണവാർത്തകൾ നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്, എത്ര മരണവാർത്തകൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ നാം അയച്ചിട്ടുണ്ട്. പ്രായഭേദമന്യേ എത്ര ആളുകളുടെ മയ്യത്ത് നമസ്കാരത്തിന് നാം ആ ഒരു സൊഫിൽ അണിചേർന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാനും നിങ്ങളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്ന് എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്?
ഏത് സമയത്താണ് നമ്മൾ മരണം പുൽകുക എന്നോ മരണം നമ്മിലേക്ക് എത്തുക എന്നൊന്നും അറിയില്ല. ഉണ്ട് ആ ഒരു റമദാൻ ക്ലാസ്സുകളിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ടു പരിചയിച്ച ഒരു ഹദീസാണ്, റമദാൻ നേടിയവൻ എല്ലാം നേടി എന്നുള്ളതാണ്. റമദാൻ നേടിയവൻ എല്ലാം നേടി. ഇപ്പൊ മഹാനായിട്ടുള്ള ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നല്ല മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ റമദാനിന്റെ പവിത്രത പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ സൂറത്ത് യൂസഫ് നമുക്കൊക്കെ സുപരിചിതമായ, നമുക്ക് പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണല്ലോ പ്രിയപ്പെട്ടവരെ സൂറത്ത് യൂസഫ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെയും യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെയും മറ്റു സഹോദരങ്ങളുടെയും ഒക്കെ ചരിത്രം നാം പലപ്പോഴായി ആ സൂറത്തിന്റെ തഫ്സീറുകളിലൂടെയും മറ്റുമൊക്കെ കേൾക്കുകയും പഠിക്കുകയും ഒരു വേളയിൽ പറയുകയും ചെയ്തവരാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക് 12ഓളം മക്കളാണല്ലോ ഉള്ളത്. 12 മക്കളുണ്ട്. ആർക്ക്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക്. യൂസഫ് നബി അലൈഹി ഇസ്ലാം ഒഴികെയുള്ള ബാക്കിയുള്ള മക്കൾക്കൊക്കെ കുറെ ന്യൂനതകളും പോരായ്മകളും കുറവുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യൂസഫ് നബി അലൈഹി ഇസ്ലാമ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയോട് പറയുന്ന ആ സന്ദർഭത്തെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൊന്നു ഉപ്പ, ഇനി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഞാൻ 11ഓളം നക്ഷത്രങ്ങളെ കണ്ടു ഉപ്പ. അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും. എങ്ങനെയാണ് കണ്ടത്? അവരൊക്കെ എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി, സുജൂദ് ചെയ്യുന്നതായിട്ട് കാണുകയാണ്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നാം പഠിച്ചതാണ്. യൂസഫ് നബി അലൈഹി സ്വലാമക്ക് 11ഓളം സഹോദരങ്ങളുണ്ട്. ആ 11 സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട യൂസഫിന്റെ ചരിത്രം, അങ്ങനെ മിസ്റിന്റെ രാജാധിപത്യം വരെ എത്തിച്ചേർന്ന ആ കഥകളൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഈ സഹോദരങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാമയെ കാണാൻ പോകുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ യൂസഫ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന വാക്കെന്താ? ലാ തസ്രീബ അലൈക്കുമുൽ യൗമ. ഇനി നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവും ഇല്ല. യഗ്ഫിറുല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയാം. ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറയാണ്, അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ റമദാൻ മാസവും മറ്റു മാസങ്ങളും എന്നുള്ളത്. മുഹറവും അങ്ങനെയുള്ള മറ്റു മാസങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ വന്ന സ്ഖലിതങ്ങൾ, അപാകതകൾ, തെറ്റുകൾ, കുറവുകൾ, പോരായ്മകൾ അത് നികത്താൻ, അത് പരിഹരിക്കാൻ ഈ റമദാൻ എന്ന പുണ്യമാക്കപ്പെട്ട മാസം കൊണ്ട് നമുക്ക് സാധിക്കും. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിക അധ്യാപനങ്ങളും മഹാരഥന്മാരായ പണ്ഡിതന്മാരും നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനി നാം എന്താ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത്ര ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് എത്രത്തോളം ആ നോമ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെയൊക്കെ വീട്ടിലെ പ്രിയപ്പെട്ടവരെ റമദാനിന്റെ ദിവസങ്ങളുടെ അവസ്ഥ എന്താന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാലോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഭാര്യമാരോട് നമ്മൾ എന്ത് ചോദിക്കും? ഇന്നലെ ഇപ്പോ പത്തിരി ഉണ്ടാക്കിയില്ലേ, ഇന്നിപ്പോ വെള്ളപ്പം ഉണ്ടാക്കാം, നാളെ ഇപ്പൊ അരി ഉണ്ടോ, അരി ഞാൻ കൊണ്ടുവരാം, നെയ്ച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ വർത്തമാനം. അതിനപ്പുറത്ത് മുൻഗാമികൾ ആ റമദാനിന്റെ ദിനങ്ങളെ കണ്ട ആ ഒരു കാഴ്ചയിലൂടെ നാമും കണ്ടിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ കഴിഞ്ഞു പോകും. ഇപ്പം ഇന്നലെയൊക്കെ നമ്മുടെയൊക്കെ പള്ളിയിൽ നടന്നൊരു ചർച്ചയാണ്, എത്ര പെട്ടെന്നാണ് ഇത്ര ദിവസം കഴിഞ്ഞു പോയത് എന്ന് അറിയുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോഴൊന്നും നമുക്ക് ഇതിന്റെ ഒരു വില അറിയില്ല. നമ്മുടെ മരണം നമ്മളിങ്ങനെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയമുണ്ടല്ലോ, അന്ന് നമ്മൾ ഖേദിക്കും. പടച്ചറപ്പേ, എനിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടും ഒരുപാട് സാഹചര്യങ്ങൾ നൽകിയിട്ടും ഒരുപാട് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ നൽകിയിട്ടും ഞാൻ ചെയ്തില്ലല്ലോ നാഥാ. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷ വരുത്തിയല്ലോ, അതൊക്കെ ചെയ്യാനുള്ളൊരു അവസരം നാഥാ എനിക്ക് നൽകൂ എന്ന് പ്രിയപ്പെട്ടവരെ മരണവേളയിൽ ജീവിതത്തിൽ സുഹൃതം ചെയ്യാത്തവർ അട്ടഹസിക്കുമെന്നും കരയുമെന്നും വേവലാതിപ്പെടുമെന്നും ആശങ്കപ്പെടുമെന്നും നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വരാൻ പോകും. എങ്ങനെ? ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഈ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ തന്നെ പറയാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പർ കയറുന്ന സമയത്ത് ആമീൻ 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 എന്ന് പറഞ്ഞ ആ രംഗം ഞാൻ നിങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു ചിത്രരൂപത്തിൽ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് എന്നാ. അള്ളാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് ആരുടെ പ്രാർത്ഥനക്ക? ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക്. അത് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? റമളാൻ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താത്തവൻ അവനിൽ നിന്ന് ആ റമളാനിന്റെ ദിനങ്ങൾ കഴിഞ്ഞുപോയി. എങ്ങനെ പ്രിയപ്പെട്ടവരെ? അവന്റെ ജീവിതത്തിൽ വന്ന
പാപങ്ങളെ കഴുകി കളയുന്നതിന് മുമ്പേ. ഇത്ര ദിവസം നമ്മൾക്ക് ഇപ്പോഴും നാളെ നീളെ എന്നുള്ള ചിന്താഗതി ഉണ്ട് പലപ്പോഴും. അത് നമ്മൾ തിരുത്തണം. ഷഹ്റു സദഖയാണ്, ഷഹ്റു ദുആ ആണ്, ഷഹ്റുൽ ഖുർആനാണ്, ഷഹ്റു സബ്ർ ആണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ ക്ഷമയുടെയും സദഖയുടെയും പ്രാർത്ഥനയുടെയും എല്ലാം ഒരുമിച്ച് റഹ്മാനായ റബ്ബ് തന്റെ അടിയാറുകൾക്ക് നൽകിയ സുന്ദരമായ വസന്തമായ ഈ ദിനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നൊരു ആമുഖം എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ പറയാൻ ആഗ്രഹിച്ചതാണ്. നോക്കിയേ നിങ്ങൾ, റമദാൻ 17 ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ഇന്നും മങ്ങാത്ത ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് ബദറാണ്. ഇന്നും മുസ്ലിം ഉമ്മത്ത് ഓർക്കുകയും മുസ്ലിം ഉമ്മത്ത് അതിനെക്കുറിച്ച് അയവർക്കുകയും ചെയ്യുന്നൊരു ചരിത്രം പ്രിയപ്പെട്ടവരെ, അത് ബദർ തന്നെയാണല്ലോ. കാരണം വിശ്വാസികൾക്ക് വലിയ പാഠങ്ങൾ സമ്മാനിച്ച ഒരു യുദ്ധമായിരുന്നു ബദർ എന്നുള്ളത്. ഇന്ന് നാം കിലോമീറ്റർ കണക്ക് വെക്കുകയാണെങ്കിൽ മദീനയിൽ നിന്ന് ഏകദേശം 150ഓളം കിലോമീറ്ററാണ് ബദറിലേക്കുള്ളത്. ഉംറ തീർത്ഥാടകരാകട്ടെ, മറ്റു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടവരാകട്ടെ, അവരെല്ലാവരും ആ ബദറിലൊന്ന് ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ചരിത്രങ്ങളും മറ്റുമൊക്കെ കേട്ടിട്ടാണ് പിന്നീട് മദീനയിലേക്ക് യാത്ര തിരിക്കല്. ബദർ എന്നുള്ളൊരു പദം അത് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് പണ്ഡിത ലോകത്ത് വ്യത്യസ്തമായ ചർച്ചകളുണ്ട്. ബദർ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നാ. അദ്ദേഹം ഒരു കിണർ കുഴിച്ചു, ആ കിണറിന്റെ പേരായിരുന്നു ബദർ. അങ്ങനെ ആ സ്ഥലം ആ കിണറിന്റെ പേരിനാൽ അറിയപ്പെട്ടു. അങ്ങനെ വ്യത്യസ്തമായ ആ ബദർ എന്ന സ്ഥലത്തിന് എങ്ങനെ ബദർ എന്ന പേരടക്കം വന്നു എന്നടക്കം ചരിത്ര ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ചർച്ചകൾ നടക്കുന്നത് കാണാൻ കഴിയും. ഖുർആൻ പേരെടുത്തു പറഞ്ഞൊരു ദിവസം അല്ലെ, യൗമുൽ ഫുർഖാൻ, വിജയത്തിന്റെ ദിവസം. ആ ബദർ പ്രിയപ്പെട്ടവരെ വലിയ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്നില്ലേ, ഖദ് ഖാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തഖതാ. അതേ, ആ ഇരുവിഭാഗവും കണ്ടുമുട്ടിയ ഏറ്റുമുട്ടിയ ആ ഒരു യുദ്ധത്തിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് പാഠമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അതിലൊരു വിഭാഗം എങ്ങനെയുള്ളതാണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടിയവരാണ്. മറുവിഭാഗമാകട്ടെ വഉഖറാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് കാഫിര്യങ്ങളും മുസ്ലിമീങ്ങളും ഏറ്റുമുട്ടിയ ആ ഏറ്റുമുട്ടലിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവസാനം എന്താ പറയുന്നത്? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഒരുപാട് ഇബറത്തുകൾ, ഒരുപാട് പ്രിയപ്പെട്ടവരെ കണ്ണുള്ളവർക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ബദറിലുണ്ട്. ആ ഗുണപാഠങ്ങൾ നാം കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ വലിയ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആ കാലയളവ് എങ്ങനെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം തുടങ്ങുന്ന സമയം മക്കയിലെ മുശ്രിക്കീങ്ങളെ പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. പ്രവാചകരെ, താങ്കൾക്ക് അധികാരമാണോ? മുഹമ്മദേ, താങ്കൾക്ക് അധികാരമാണോ? ഞങ്ങൾ ആ അധികാരം നൽകാം, ഞങ്ങൾ ആ അധികാരം നൽകാം. മുഹമ്മദ്, ഇനി താങ്കൾക്ക് സമ്പത്താണോ വേണ്ടത്? ആ സമ്പത്ത് ഞങ്ങൾ നൽകാം, ആ സമ്പത്ത് ഞങ്ങൾ നൽകാം. ഇനി താങ്കൾക്ക് ഈ മക്കയിലെ സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു തരാണോ വേണ്ടത്? അത് ഞങ്ങൾ തരാം. യാദർശം ഇവിടെ എന്ത് ചെയ്യരുത്, പറയരുത്. യാദർശം ഇവിടെ പുലമ്പരുത്. ഇതായിരുന്നു അവരുടെ ആവശ്യം. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ ബദർ നടന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇത് പറയാൻ അള്ളാന്റെ റസൂല് 40-ാമത്തെ വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സ് വരെ മക്കയിൽ കൊടിയ പീഡനം സഹിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ അധികാരമാണെങ്കിൽ, പെണ്ണാണെങ്കിൽ, സമ്പത്താണെങ്കിൽ അവര് വാരിക്കോരി കൊടുക്കുമായിരുന്നു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി 13 വർഷക്കാലം പ്രവാചകൻ നീണ്ട ത്യാഗം അനുഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഹബ്ബാബും ഹുബൈബും ഉമൈറും യാസറും ബിലാലും പ്രിയപ്പെട്ടവരെ ത്യാഗം സഹിച്ചത് എന്തിന്റെ പേരിലാണ്? ആ 13 വർഷക്കാലം ഖുറൈശി കിങ്കരന്മാരുടെ ഏറ്റുമുട്ടലിന് ആ സ്വഹാബത്ത് പ്രിയപ്പെട്ടവരെ പാത്രീഭൂതരായത് എന്തിന്റെ പേരിലായിരുന്നു?
അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരിൽ മാത്രമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഷഅബ് അബി താലിബ്, നമ്മൾ മക്കയിലെ ഉംറക്കൊക്കെ പോകുമ്പോൾ ശരിക്കണ കാണൂലേ, ആ താഴ്വര കണ്ട് ആ ചരിത്രം ഇങ്ങനെ അയവർത്തിട്ടേ നാം 1.5 വർഷക്കാലത്തോളം അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യാഗത്തിന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഉത്തുംഗതയിലായിരുന്നു റസൂലുള്ളാഹി അനുഭവിച്ച ത്യാഗങ്ങൾ. പച്ചിലകളാണ് കഴിച്ചത്, കാഷ്ടിച്ച കാഷ്ടം പോലും പച്ചക്കളറായിരുന്നുവെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ നമ്മൾ ഈ റമദാനിന്റെ ദിവസങ്ങളിൽ നോമ്പെടുത്ത ത്യാഗം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ തീരുന്നില്ല. 1.5 വർഷക്കാലം വെറും പച്ചിലകൾ ആടുമാടുകളെ പോലെ കടിച്ച് എന്തിന്റെ പേരില? ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരില. ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരിലാണ് അള്ളാന്റെ റസൂൽ ഈ പ്രയാസമൊക്കെ സഹിച്ചത്. ഇപ്പൊ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വരിക, റസൂലേ എപ്പോഴാണ് സഹായം? മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ സഹായം എപ്പോഴാണ് പ്രവാചകരെ? ഇതായിരുന്നു ആ സഹാബിവര്യന്റെ ആവശ്യം. കാരണം ഇത് സഹായം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പട്ടിണി കിടന്ന 2 ദിവസം പട്ടിണി കിടന്ന കഥയല്ല അവർക്ക് പറയാനുള്ളത്. ശരീരത്തിന്റെ ഇറച്ചി പാർശ്വഭാഗത്ത് നിന്ന് വ്രണപ്പെടുത്തി വലിച്ചു കീറിയെടുത്ത ഒരു വ്യക്തി വന്ന് ചോദിക്കുക, റസൂലേ സഹായപ്പെടാ പ്രവാചകരെ. അല്ലാണ്ട് റസൂല് അവരോട് പറഞ്ഞ വാക്കെന്താ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വെറുതെ അങ്ങോട്ട് സ്വർഗത്ത് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മോടാണ് നാം ചോദിക്കേണ്ടത്. നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണ് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ കിടക്കേണ്ടത്? ബദർ എന്ന് പറയുന്ന ബദരീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഅസ്ന ഉലൈക റഫീഖാ. നബിമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പമാണ് പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗീയാരാമത്തിൽ വിരാജിക്കുക. നമ്മളൊക്കെ അവിടെയാണ് വിരാജിക്കാനുള്ളത്. അപ്പൊ അവര് സഹിച്ച ത്യാഗങ്ങൾ പ്രിയപ്പെട്ടവരെ, നാം അതിൻ്റെ ഒരു അണിമണിത്തൂക്കം, ഒരു മിസ്കാല ദർറത്തിന് അണിമണിത്തൂക്കം അല്ലെ. ഈ മിസ്കാല ദർറത്ത് എന്നുള്ള പദത്തെ ഇന്നത്തെ ആധുനിക അറബികൾ അതിനെ വിശദീകരിക്കുമ്പോൾ, അപ്പൊ നമ്മളിങ്ങനെ ചെറിയ വെളിച്ചുണ്ടെങ്കിൽ അതിലൂടെ വരുന്ന സുഷിരങ്ങൾ ഉണ്ടല്ലോ, മൈക്രോ, ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ, അതാ മിസ്കാല ദർറത്ത് എന്നുള്ളത്. അതാണ് പ്രിയപ്പെട്ടവരെ മിസ്കാല ദർറത്ത് എന്നുള്ളത്. നോക്കിയാൽ നിങ്ങൾ അത്ര പോലും നമ്മളൊക്കെ ത്യാഗം സഹിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ചാൽ മതി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സ്വഹാബത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടൊരു മാലയിലെ മുത്തുമണികളെ പോലെ, ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ റസൂലുള്ള സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും പ്രാവർത്തികമാക്കിയും മുന്നോട്ട് പോവുകയാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ് അൻസാരികളുടെ നേതാവ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എവിടേക്ക് വരികയാണ്? മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരിക. അബൂജഹലും കിങ്കരന്മാരും നിന്ന് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് വന്ന സംഘത്തിന് സഅദേ നീ അഭയം കൊടുത്തോ സഅദേ എന്ന് ചോദിക്കാണ്. ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് വന്ന സംഘത്തിന് നീ അഭയം കൊടുത്തോ? നിന്നെ വെറുതെ വിടൂല എന്ന് പറഞ്ഞു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ ഉംറ കർമ്മങ്ങാനും നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ, എന്റെ ഉംറ കർമ്മമെങ്ങാനും നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ, മദീനയിലൂടെ ഷാമിന്റെ മണ്ണിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഒരു കച്ചവട സംഘം പോലും മക്കയിലേക്ക് എത്തില്ല എന്നൊരു പഞ്ച് ഡയലോഗ് ആരടിക്കുന്നുണ്ട്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദറിന് മുമ്പ് തന്നെ 6 or 7 സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവയൊക്കെ സമാധാന കരാറുകളിലൂടെ പരിഹരിക്കപ്പെട്ടു. ബദർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം മുന്നിൽ കണ്ടു പോയ കാര്യമല്ലല്ലോ, നമ്മൾക്കൊക്കെ അറിയാം അല്ലെ. അബൂ സുഫിയാനിന്റെ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെട്ട സമയത്ത് അവിടെ തടയണമെന്ന ചിന്ത ഉണ്ട്. കാരണം ലക്ഷ്യം എന്താ? ആ കച്ചവട സമ്പത്ത്, ആ കച്ചവട നേട്ടത്തിലൂടെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നല്ലേ ലക്ഷ്യം. അള്ളാന്റെ റസൂൽ അത് അറിയാണ്. അപ്പൊ തടയണം. പക്ഷെ തടയുമ്പോഴേക്ക് അവർ മദീനയുടെ അതിർത്തിയൊക്കെ കടന്നു പോയി. പിന്നീട് എന്ത് ചെയ്തു? അള്ളാന്റെ റസൂൽ തീരുമാനിച്ചെന്ന് തിരിച്ചു വരുമ്പോ തടയാം. കാരണം അബൂ സുഫിയാനിന്റെ ഒപ്പമുള്ളത് 30 or 40 ആളുകളും 50,000 ദീനാർ, കുറച്ച് ഒട്ടകങ്ങൾ, അങ്ങനെയാണ്. അപ്പോൾ വലിയൊരു യുദ്ധത്തിന്റെ തന്ത്രം മെനഞ്ഞിട്ടോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സജ്ജീകരണം ഒരുക്കിയിട്ടൊന്നും അല്ല ആരും പോകുന്നത്.
അബൂ സുഫിയാനും പോകുന്ന ഒരു കച്ചവട സംഘം എന്നുള്ള യാത്ര തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കൊള്ളയും മറ്റുമൊക്കെ വന്നാൽ പരിഹരിക്കാൻ പറ്റുന്ന ആളുകൾ അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. തിരിച്ചു വരുമ്പോ തടയണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം ഉണ്ടായി. എന്തായിരുന്നു ആഹ്വാനം? സ്വന്തമായി വാഹനമുള്ളവരോട് പുറപ്പെടാനാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ചരിത്രത്തില് ബദർ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായിട്ട് വാഹനമുള്ളവർ പുറപ്പെടാൻ പറഞ്ഞു. മേക്കാൻ വേണ്ടി വിട്ട മാടുകളെയോ ഒട്ടകങ്ങളെയോ തിരിച്ചു വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കച്ചവട സംഘത്തെ തടയുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഇതുണ്ട്, ഞാൻ തബൂക്കിലല്ലാതെ മറ്റൊരു യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പങ്കെടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഞാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ എനിക്കൊരു ആക്ഷേപവും ഉണ്ടായിട്ടുമില്ല. പ്രിയപ്പെട്ടവർ, അത്രയായിരുന്നു ബദർ സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ 2ാമത്തെ ശനിയാഴ്ച പ്രവാചകനും കുറച്ച് സ്വഹാബത്തും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. മദീനയുടെ ഉത്തരവാദിത്തം അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു. അതേ, മദീന പള്ളിയുടെ ചുമതല, ഇമാമത്തിന്റെ ചുമതല അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ മദീനയിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, പുറപ്പെടുന്നുണ്ട്. 310, 317, 319, 313, 314 വ്യത്യസ്തമായ എണ്ണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ബദരീങ്ങളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അത്ര സ്വഹാബത്ത്, അതിൽ 86ഓളം മുഹാജിരിങ്ങളും 61ഓളം ഗൗസ് ഗോത്രക്കാരും 170ഓളം ഖസറജ് ഗോത്രക്കാർ, 81ഓളം മുഹാജിരിങ്ങൾ. ആരാ മുഹാജിരിങ്ങൾ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടവരാണ് മുഹാജിരിങ്ങൾ. ബാക്കിയുള്ളത് അൻസാറുകളാണ്. ആ അൻസാറുകളിൽ തന്നെ ഗൗസ് ഗോത്രക്കാർ 61 പേരുമുണ്ട്, 170ഓളം ഖസറജ് ഗോത്രക്കാരുണ്ട്. ഇവരായിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നത്, ആ ബദറിലേക്ക് പുറപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ 2 സ്വഹാബത്തിനെ വിടുന്നുണ്ട്, ആ ഭാഗത്തൊന്ന് പോയി നോക്കി വരാൻ വേണ്ടിയിട്ട്. 2 സ്വഹാബത്തിനെ വിട്ടു. അവര് തിരിച്ചു വന്നു. നല്ല ക്രിയാത്മകമായ പ്ലേനോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യണം, ബദറിലേക്ക് പുറപ്പെടുകയാണ്. ആകെ പ്രവാചകനോടൊപ്പമുള്ള 100 അങ്കികളും 70 ഒട്ടകങ്ങളും, അത്രേ ഉള്ളൂ ഈ നേരത്തെ പറഞ്ഞ ആ സ്വഹാബത്തിന്റെ എണ്ണം. അതന്നെ അവരുടെ അവസ്ഥ എന്താ? ക്ലാബ് പിടിച്ച കടാരുകളാണ്, മൂർച്ചയില്ലാത്ത വാളുകളാണ്, ഒട്ടിയ വയറുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അവര് ബദറിലേക്ക് പുറപ്പെടുന്നത്. വേറൊന്നുമില്ല അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിയിട്ട് പുറപ്പെടുകയാണ്. ഇപ്പൊ മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, 50 കിലോമീറ്റർ നമുക്കൊരു വാഹനമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണോ? ശീതീകരിച്ച വാഹനങ്ങളിൽ ഉംറക്കൊക്കെ പോയി മദീനയിലേക്ക് പോകുമ്പോൾ ആ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്ത സുഖമേ ഞാനും നിങ്ങളും അറിഞ്ഞിട്ടുള്ളൂ. മലയും കാടുകളും മരുഭൂമിയും താണ്ടിയിട്ട് ആ ബദറിലേക്ക് അവർ പുറപ്പെട്ട ആ വല്ലാത്തൊരു രംഗം. ഒരു 70 ഒട്ടകങ്ങളിലുള്ളൂ. 3 ആളുകൾക്ക് ഒരു ഒട്ടകം എന്ന നിനക്ക് അവർ പുറപ്പെടുന്നത്. അതില് അലി റളിയല്ലാഹു തആല, മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂല്, ഇവർക്ക് 3 പേർക്കും പാടെ ഒരു ഒട്ടകാണ്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ നടക്കണ്ട, റസൂലേ, നിങ്ങൾ നടക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യാം, നടക്കാം, നിങ്ങൾ ഒട്ടകത്തുമ്പോ തന്നെ നിന്നാ മതി. പ്രിയപ്പെട്ടവരെ, നല്ലൊരു നേതാവിന്റെ ഉദാത്തമായ മാതൃക ആ ബദറിന്റെ യാത്രയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. എനിക്കും അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണ്ടേ? എനിക്കും അള്ളാഹുവിന്റെ അരികിൽ നിന്ന് പ്രതിഫലം കിട്ടണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ നിരന്തരമായ പ്രവർത്തനത്തിലേക്ക് ചേർത്തി വെക്കണം. ഞാൻ ഇന്ന ആളാണ്, അത് ചെയ്യാൻ മറ്റുള്ളവരുണ്ട്, ഞാൻ ഇന്ന ഉത്തരവാദിത്വത്തിലുള്ള ആളാ, പോസ്റ്റർ ഒട്ടിക്കാൻ അവര് പോട്ടെ ഇവര് പോട്ടെ, അല്ല, എനിക്ക് സ്വർഗം കിട്ടണം, അവിടെ ഞാനും നടക്കും. ഇതായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നൊരു മാതൃക. ആ ബദറിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ഉദാഹരണങ്ങളും ഗുണപാഠങ്ങളും വിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഷാമിൽ നിന്ന് ഇങ്ങനെ കടന്നു വരികയാണ്. മദീനയുടെ അതിർത്തി ഇങ്ങനെ എത്താറായപ്പോൾ അബൂ സുഫിയാൻ നല്ല തന്ത്രശാലിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് വല്ല കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ എന്ന്. അങ്ങനെ ലംലം ബിൻ അംർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. മുഹമ്മദും കൂട്ടരും ബദറിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചപ്പോ അങ്ങനെ ലംലം മക്കയിലേക്ക് പോകുന്ന ലംലം ബിൻ അംർ അൽ ഗിഫാരി, അപ്പൊ അദ്ദേഹം അങ്ങനെ ആ മക്കയിലേക്ക് പോകണം. മക്കയിലേക്ക് പോകുന്ന രംഗമുണ്ട്. തൻ്റെ ഒട്ടകത്തിന്റെ മുകളിലുണ്ടായിരുന്ന സാമഗ്രികളൊക്കെ മറിച്ചിട്ട് ഒട്ടകത്തിന്റെ മൂക്ക് ഇങ്ങനെ കീറിയിട്ട് മുൻഭാഗത്തെയും പിറഭാഗത്തെയൊക്കെ ശരീരത്തിന്റെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറിയിട്ടാണ് എവിടേക്ക് പോകുന്നത്? മക്കയിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ ലംലം എന്താ പറയുന്നത് അറിയോ? എന്നാണ്. വളരെ ഉച്ചത്തില്, വളരെ കഠിനമായ ശബ്ദത്തിൽ വിളിക്കുകയാണ്, യാ മഅ്ശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, അല്ലതീമാ അതെ, അംവാലുക്കും അബീ സുഫിയാൻ ഖദ് അർലലഹാ മുഹമ്മദുൻ ഫീ അസ്ഹാബിഹി ലാ അറാൻ തുദ്രികുഹാ അൽ ഗൗസ. സഹായം വേണം ഖുറൈശികളെ, എല്ലാവരും പുറപ്പെടൂ, എല്ലാവരും സജ്ജമാകൂ എന്ന് പറഞ്ഞ് ലംലം ബിൻ അംർ മക്കയിലെ തെരുവോരങ്ങളിൽ ശബ്ദമിട്ടുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കുവാനും എല്ലാവരെയും ബദറിലെത്തിക്കുവാനും പരിശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും എന്ത് ചെയ്യണം? അങ്ങനെ ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ട അബൂജഹൽ എന്ത് ചെയ്തു? വിളംബരം നടത്തി, ആഹ്വാനം നടത്തി. എന്ത് ചെയ്യണം? എല്ലാവരും പുറപ്പെടണം, ആർക്കും ഒഴിവില്ല, എല്ലാവരും പുറപ്പെടണം, ആർക്കും ഒഴിവില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ പകരം ആളാക്കണം. എന്ത് ചെയ്യണം? പകരം ആളെ ആക്കണം എന്നാണ്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും പുറപ്പെടുകയാണ്. 1300 ആളുകളെ, 100ഓളം കുതിരകൾ, 700ഓളം അങ്കികൾ, കണക്കില്ലാത്ത ഒട്ടകങ്ങളായി പ്രിയപ്പെട്ടവരെ, അതേ ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ട അബൂജഹലും കൂട്ടരും ബദറിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷെ എന്ത് ചെയ്തു? ഈ ലംലം മുഹമ്മദും കൂട്ടരും ബദറിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞല്ലോ. ഈ ലംലമും കൂട്ടരും ബദറിലേക്ക് അള്ളാഹുവിന്റെ അബൂ സുഫിയാൻ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ ഈ അബൂ സുഫിയാൻ ഒരു കിണറിന്റെ അരികിൽ നിന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ കിണറിൽ നിന്ന് വെള്ളവും മറ്റുമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ അവിടെയുള്ള ഒരു മുജിദ്ദി എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ചോദിച്ചു, വല്ല അപായ സൂചനകളും ഉണ്ടായിട്ടുണ്ട്? അപ്പൊ ഈ വ്യക്തി പറഞ്ഞില്ല, ഒരു അപായ സൂചന ഉണ്ടായിട്ടില്ല. എന്നാൽ കുറച്ച് മുമ്പ് 2 ആളുകൾ വന്നിരുന്നു. അവര് അവരുടെ വാഹനമൊക്കെ ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു? ഈ കിണറിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാ തിരിച്ചു പോയത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു അപായ സൂചനയുടെ യാതൊന്നും ഇല്ല. പക്ഷെ അബൂ സുഫിയാൻ നല്ല തന്ത്രശാലിയാണ്, ഭയങ്കരമായിട്ട് കുശാഗര ബുദ്ധിക്കാരനാ. ആ കുതിരയിട്ട ചാണകം അബൂ സുഫിയാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരിശോധിച്ചിട്ട് അപ്പൊ ആ ചാണകത്തിൽ ഈത്തപ്പഴ കുരുക്കലുണ്ട്. അബൂ സുഫിയാൻ അറിയാം ഈ ഈത്തപ്പഴം മദീന ഈത്തപ്പഴം കഴിച്ച ആ കുതിരകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത്. അത് എന്താണ്? മുഹമ്മദും കൂട്ടരും നമ്മെ പിടിക്കാൻ വരുന്നു. എല്ലാവിധ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇന്ന് അബൂ സുഫിയാൻ മനസ്സിലാക്കുകയും അബൂ സുഫിയാൻ കടൽ തീരത്തിലൂടെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് അൻതും ബിൽ ഉദുവത്തി ദുനിയാ വഹും ബിൽ ഉദുവത്തിൽ ഖുസ്വാ വറകുബു അസ്ഫല മിൻകും. നിങ്ങളിതാ മദീനയുടെ താഴ്ഭാഗത്തിലൂടെ, താഴ്വരയിൽ ആ താഴ്ഭാഗത്തുകൂടി ഉദുവത്തു ദുനിയയിൽ തമ്പടിച്ച രംഗം, അവരിതാ ഉദുവത്തുൽ ഖുസ്വയിൽ തമ്പടിച്ച രംഗം, അതേ ആ കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട രംഗമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രംഗം ഖുർആൻ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ബദറിൽ എത്തിയല്ലോ, സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ ചോദിക്കേണ്ട, എന്താ സഹാബത്തെ ചെയ്യേണ്ടത്? ഇവിടെ തിരിച്ചു പോകണോ? കാരണം അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു, കിട്ടിയിട്ടില്ല. പിന്നെ വരുന്നത് ആരാ? അബൂജഹലാണ്. 1300ഓളം ആളുകളുണ്ട്, 700ഓളം പ്രിയപ്പെട്ടവരെ കുതിരകളുണ്ട്, 700ഓളം അങ്കികളുണ്ട്, 100ഓളം കുതിരകളുണ്ട്, അനേകം ഒട്ടകങ്ങളുണ്ട്. പിടിച്ചാൽ കിട്ടൂലല്ലോ. വെറും 313, 314, 319 ആൾക്കാരല്ലേ ഉള്ളൂ. സഹാബത്തെ എന്താ ചെയ്യേണ്ടത്?
അവർ ചർച്ച നടക്കുകയാണ്. എവിടെ തമ്പടിക്കണമെന്ന ചർച്ചയായി. അള്ളാന്റെ റസൂൽ ഒരു സ്ഥലം കണ്ടു. അപ്പൊ സഹാബത്തിന്റെ ഒരു ചോദ്യമുണ്ട്, റസൂലെ ഇത് അള്ളാന്റെ വഹി പ്രകാരമാണോ അതോ താങ്കളുടെ തീരുമാനമാണോ? പ്രവാചകരെ, ഇത് അള്ളാഹുവിന്റെ വഹി പ്രകാരമാണോ താങ്കളുടെ തീരുമാനമാണോ? റസൂലുള്ള പറഞ്ഞു ഇത് എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ സ്വഭാവത്തിനോട് അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നടക്കം ഈ ചരിത്രമേ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനോട് പറയുന്ന ഇവിടെ ഇല്ല, നല്ലത് കുറച്ചും കൂടി അപ്പുറത്താട്ടോ, കുറച്ചും കൂടി അപ്പുറത്താണ്. അപ്പൊ ബദർ ഫസ്റ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് അള്ളാന്റെ റസൂൽ ചോദിക്കണേ, എന്താ അബൂബക്കറെ ചെയ്യാ, നമ്മള് എന്താ ചെയ്യാ? അതിൽ പ്രിയപ്പെട്ടവരെ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു എണീച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീലുകാര് മൂസയോട് പറഞ്ഞതുപോലെ പ്രവാചകരെ താങ്കളോട് ഞങ്ങൾ പറയുകയില്ല, താങ്കളോട് ഞങ്ങൾ അങ്ങനെ പറയില്ല. എന്താ ഓല് പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലുകാരോടും കൂടി ചോദിക്കുന്നുണ്ട്. അവരാ ഇല്ല, അവര് പറഞ്ഞ വാക്കെന്താ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ. നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞങ്ങളെ കിട്ടൂല. അതേപോലെ ഞങ്ങൾ പറയില്ല. പിന്നെ എന്താ ഞങ്ങൾ പറയാന്നറിയോ? വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പ്രിയപ്പെട്ടവരെ അവര് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയില്ല, നബിയെ താങ്കളും അല്ലാഹും സുബ്ഹാനഹു വ തആലയും ആ യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങിക്കോ, ഇന്നാ മഅകും മുഖാതിലൂൻ, ഞങ്ങളും കൂടെയുണ്ട്, ഞങ്ങളും ചേർന്ന് നിൽക്കും പ്രവാചകരെ, എന്തിനും ഏതിനും ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ. മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളൊരു വാക്ക് അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര ആശ്വാസം ഉണ്ടായി. പിന്നെ പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ്, ജനങ്ങളുടെ അഭിപ്രായം കൂടി കിട്ടണല്ലോ, ജനങ്ങളുടെ അഭിപ്രായം. പക്ഷെ റസൂലുള്ളാഹിന്റെ മനസ്സിൽ എന്തായിരുന്നു അറിയോ? അൻസ്വാരികളുടെ മറുപടി കിട്ടണം. ആരുടെ മറുപടി കിട്ടണം? അൻസ്വാരികളുടെ. കാരണം അൻസ്വാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ മദീനയുടെ പുറത്താണ് ബദർ. അപ്പൊ അവരുടെ ആ വാക്കും കൂടി കിട്ടണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മനസ്സിലായി. സഅദ് ബിനു ഉബാദ റളിയല്ലാഹു തആല എണീച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇയ്യാന തുരീദു, ഞങ്ങളെയാണോ പ്രവാചകരെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ലൗ അമർതനാ അൻ നഖൂലൽ ബഹറ ലഖുൽനാഹു, ഈ കടലിന്റെ ആദിയിലേക്ക് ഞങ്ങളോട് താങ്കൾ ഇറങ്ങാൻ ആവശ്യപ്പെട്ടാലും പ്രവാചകരെ ഞങ്ങൾ ഇറങ്ങുന്നതാണ്. പ്രവാചകരെ ഞങ്ങൾ ഇറങ്ങും, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. അതോ ബർഖുൽ ഹുമാദ് വരെ പോകണമെന്ന് അതിവിദൂരതയുള്ളൊരു സ്ഥലമാണ്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞാലും റസൂലെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുട്ടോ, റസൂലെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. പിന്നീട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വലിയ ആശ്വാസമാണ് അവിടെ ഉണ്ടായിരുന്നത്. സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലെ നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങണ്ടട്ടോ, നിങ്ങൾ ആ ടെന്റിൽ ഇരുന്നാ മതി, പ്രവാചകരെ നിങ്ങൾ ടെന്റിലിരുന്നോളൂ, നിങ്ങൾ പ്രാർത്ഥനകളായി കീർത്തനങ്ങളായി നിങ്ങൾ ആ ടെന്റിലിരിക്കും. സഅദും മിഖ്ദാദും സഹാബത്തൊക്കെ ആ ശരീരത്തിലേക്ക് അമ്പ് തറച്ചുകൊണ്ട് ഷഹീദാവുന്നത് കാണുകയാണെങ്കിൽ റസൂൽ നിങ്ങൾ മദീനയിലേക്ക് പോകണം, നിങ്ങൾ മദീനയിൽ പോയി ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കണം. ഇവിടെ ഞങ്ങൾ പ്രയാസപ്പെട്ടു എന്നുള്ളത് കൊണ്ട് താങ്കൾ ഇവിടെ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങരുത് എന്ന് ആശ്വാസത്തിന്റെ പിൻബലത്തിന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അങ്ങനെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അതനുസരിക്കാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രിയപ്പെട്ടവരെ സഹാബത്ത് തയ്യാറായിരുന്നുവെന്ന് ഈ ബദർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ചരിത്രമൊക്കെ കേൾക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്, ഈ ചരിത്രം കേൾക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്. അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെക്കാൾ ദൗർഭാഗ്യവാന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഈ പൊൻതൂവലുകളായിട്ടുള്ള ഈ ചരിത്രങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്തി വെച്ച് നോക്കിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ എത്ര കൽപ്പനകൾ പ്രിയപ്പെട്ടവരെ നാം ശിരസ വഹിക്കലുണ്ട്, എത്ര കൽപ്പനകള്. അള്ളാന്റെ റസൂല് കേൾക്കണ്ട എന്ന് പറഞ്ഞത്, കാണണ്ട എന്ന് പറഞ്ഞത്,
പറയപ്പെട്ടവരെ പറയണ്ട എന്ന് പറഞ്ഞത് എത്രത്തോളം നാം ശ്രദ്ധ കൈവരിക്കലുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ സംസ്കാര രംഗത്ത്, സംസാര രംഗത്ത്, വസ്ത്രരംഗത്ത്, പെരുമാറ്റ രംഗത്ത്, ഇടപെടുന്ന രംഗത്ത്, ക്രയവിക്രയങ്ങളിൽ എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ നെഞ്ചേറ്റി. അവർക്കുള്ളതാ പ്രിയപ്പെട്ടവരെ ബദർ എന്നുള്ളത്, അവർക്കുള്ളതാ. നമ്മൾ എല്ലാ റമദാൻ വിജ്ഞാന വേദി വരുന്നു, മറ്റുള്ള ക്ലാസ്സുകൾ വരുന്നു, ഈ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ എന്തോ ഒരു രോമാഞ്ചം ഉണ്ടാവുന്നു. അതിനല്ലല്ലോ, സഹാബത്ത് റസൂലുള്ളാഹിന്റെ വാക്കുകളെ വാമൊഴികളാൽ എല്ലാം നെഞ്ചിലേറ്റാണ്. ഇപ്പൊ നമ്മൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, ഓർമ്മയിൽ വന്നത്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം സ്വർണം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ആൺമക്കൾ ജനിച്ചു വീഴുമ്പോൾ അവസ്ഥ എന്താ? അത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് എന്തെല്ലാം മാമൂലുകൾ പ്രിയപ്പെട്ടവരെ കാട്ടിക്കൂട്ടുന്നു. ഇതേ രംഗം ഒരു സഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ് എന്ന ഹുക്കുമ് അറിയാത്തൊരു സഹാബി, അത് അറിഞ്ഞിട്ടില്ലേ, അറിഞ്ഞിട്ട് ചെയ്തതൊന്നല്ല. ഒരു ഖുതുബ കേട്ടിട്ട്, ഒരു വിജ്ഞാനവേദി ക്ലാസ് കേട്ടിട്ട് പിന്നെയും ചെയ്തതല്ല, അറിഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂൽ ഇതൊക്കെ കാണുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അള്ളാന്റെ റസൂൽ അത് എടുത്ത് വലിച്ചെറിഞ്ഞു, പ്രവാചകൻ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് റസൂലിനെ പോവുക. ഗൗരവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടേ സ്വഹാബത്ത് പറഞ്ഞില്ലേ, മറ്റെന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? എന്താ ആ സ്വഹാബിയുടെ മറുപടി? വല്ലാഹി ലാ ആഖുദുഹു അബദാ, ഞാനത് ഒരിക്കലും എടുക്കൂല. അതെന്റെ പ്രവാചകൻ വലിച്ചെറിഞ്ഞതാണ്, അതെന്റെ റസൂലുള്ള വലിച്ചെറിഞ്ഞ, ഞാനത് എടുക്കൂല. പ്രിയപ്പെട്ടവരെ, അവര് സ്വർഗം കിനാവ് കണ്ട് കൊതിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. എത്രയെത്ര ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമാനമായ എത്രയെത്ര ചരിത്രങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സംസാരം കേൾക്കുന്നുണ്ടാകുമെന്ന ഈ ബദറ് നമുക്ക് സമ്മാനിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റസൂലുള്ളാഹി വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനുമാണ്. അപ്പോഴേ നമ്മൾ ഈ ചരിത്രവും ക്ലാസ്സൊക്കെ കേട്ടിട്ട് കാര്യമുള്ളൂ. നമ്മുടെ വസ്ത്രരംഗത്തെ നാം ശ്രദ്ധ പുലർത്തണം. നമ്മുടെ വസ്ത്രരംഗത്ത് ആ സുഗന്ധദ്രവ്യങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് വരുന്നവൾ വ്യഭിചാരിണിയാണെന്ന് പറയുമ്പോ പുറത്തിറങ്ങുമ്പോ എങ്ങനെ ഒരു സ്പ്രേ അടിക്കാതെ പുറത്തിറങ്ങാന്ന നമ്മുടെ ചിന്ത. ആ സ്വർണ്ണമോതിരം മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കൽ ഹലാലായിട്ട് ഇല്ലട്ടോ, അതിന്റെ റസൂലുള്ള വിലക്കിയതാണ്. അതാ അവരുടെ മനോഭാവം. അവർ നമ്മളൊക്കെ ഒരേ സ്വർഗത്തേക്ക് എന്നല്ലേ പ്രിയപ്പെട്ടവരെ പോകേണ്ടത്, അവരും നമ്മളൊക്കെ ഒരേ സ്വർഗത്തേക്ക് എന്നല്ലേ പോകേണ്ടത്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയകൂന ലഹുൽ ഖീറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ മുബീനാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്ര അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. അല്ലാഹ് എന്തു പഠിപ്പിച്ചോ, റസൂലുള്ള എന്തു പഠിപ്പിച്ചോ, അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്, അതാണ് ബദർ നമ്മെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ബദർ എന്ന വിഷയം നമുക്ക് കാരണമാക്കണം. ഇനി പോരാ ആകരുതെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നല്ലോ. പോരാ ആവരുത്, ആരിനെ പോലെ? അബൂജഹലിനെ പോലെ. അബൂ സുഫിയാൻ കത്ത് എഴുതുന്നുണ്ട്, നമ്മളെ കച്ചവട സംഘമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി തിരിച്ചു പോകാം. പക്ഷെ അപ്പ അബൂജഹൽ പറഞ്ഞ വാക്കെന്താ? തിരിച്ചു പോകൂല. അറബികളെ പേടിപ്പിക്കുന്ന രൂപത്തിൽ തിമിർത്താടി നൃത്തം ചെയ്ത് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് എല്ലാവിധ തെന്മാടിത്തരവും ചെയ്തിട്ട് അബൂജഹലും കൂട്ടരും തിരിച്ചു പോരുള്ളൂ എന്നാ അബൂജഹലിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെ അവരങ്ങോട്ട് പോകുന്നത് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ജീവിക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തിന്റെ മാതൃകയായിരുന്നു പ്രിയപ്പെട്ടവരെ അബൂജഹൽ എന്നുള്ളത്. ഖുർആൻ ആ വിഷയത്തെ നമ്മെ എടുത്തു പറഞ്ഞല്ലോ, വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. ഗർവോട് കൂടെയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. വലാ തകൂനൂ, നിങ്ങളാവാൻ പാടില്ല.
ജനങ്ങളെ ദീനിൽ നിന്ന് തടയാൻ വേണ്ടി, ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടു കൂടി ആ പുറപ്പെട്ടവരുണ്ടല്ലോ, ഓലെപ്പോലെ നിങ്ങൾ ആകരുത്. എല്ലാവിധ വാക്കുകളെയും ലംഘിച്ച് ധിക്കരിച്ച് അഹങ്കരിച്ച് ആ പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത്. പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിന്റെ ഒരു വാക്ക് ജീവിതത്തിൽ കേൾക്കാതെ നമുക്കിഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ പേരല്ലേ അഹങ്കാരം എന്നുള്ളത്? അതിന്റെ പേരല്ലേ ബത്തറുൽ ഹഖ് ഗംതുന്നാസ്? എന്താ സത്യത്തെ നിരാകരിക്കൽ? എന്താ പ്രിയപ്പെട്ടവരെ, അള്ള പഠിപ്പിച്ചെന്ന എന്തെല്ലാം കാര്യങ്ങളെ നമ്മുടെ അഹങ്കാരല്ലേ? വസ്ത്രം ഈ രൂപത്തിൽ ധരിക്കണമെന്ന് പറഞ്ഞാലും അതെങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ മൂടിപ്പൊതച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ചോദ്യം അല്ലേ? പലിശ എടുക്കരുതെന്ന് പറഞ്ഞാലും എന്താ വീട് കയറണ്ടേ, വാഹനം മേടിക്കണ്ടേ, കച്ചവടം തുടങ്ങണ്ടേ? നമുക്ക് എന്തൊക്കെ ന്യായങ്ങളാ, എന്നിട്ടോ നമ്മൾ വലിയ തൗഹീദുള്ളവരാണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്ക് യാതൊരുവിധ മടിയുമില്ല. നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവരെ. ആ തിരുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക. ആ ബദറിന്റെ രണാങ്കള ദിവസം അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം എന്നറിയോ? സുബഹി നമസ്കാരം വരെ അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചു. സ്വഹാബത്ത് വന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, അള്ളാഹു താങ്കളെ കൈവിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ലമ്മാകാന യൗമു ബദരിൻ, ബദറിന്റെ ദിവസമുണ്ടല്ലോ, നദറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അസ്ഹാബിഹി, അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വഹും സലാസുമിഹ, അവര് 300ഓളം പേരാണ്. വനദറ ഇലൽ മുശ്രിക്കീൻ, അല്ലാഹുവിന്റെ റസൂല് മുശ്രിക്കീങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്, മുശ്രിക്കീങ്ങളിലേക്ക് നോക്കുകയാണ്. ഫഇദാ അൽഫും വസിയാദ, അവര് 1000ഉം അതിൽ കൂടുതലുമുണ്ട്. ഫസ്തഖ്ബലൻ നബിയു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അൽ ഖിബ്ല, അള്ളാഹുവിന്റെ റസൂല് ഖിബ്ലയിലേക്ക് തിരിയുകയാണ്. സുമ്മ മദ്ദ യദൈഹി വഅലൈഹി റിദാഉഹു വഇസാറുഹു, അള്ളാഹുവിന്റെ റസൂല് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഐനമാ വഅതനി, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ആദിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ഫലാ തുഅബദ ഫിൽ അർളി അബദാ. ലാത്തൊരു പ്രാർത്ഥനയായിരുന്നു. മനസ്സ് തട്ടിയിട്ട് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട്, പടച്ചോനെ, നിന്റെ വാഗ്ദത്തം പുലരണേ റബ്ബേ, നിന്റെ വാഗ്ദത്തം പുലരണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ആദിൽ ഇസാബ, അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ, മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ ഫിൽ അർളി അബദാ, നിന്നെ ആരാധിക്കാനുള്ള ആളുകൾ ബാക്കിയാവില്ല നാഥ. അതിനാൽ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് വിജയം കൊടി പാറിപ്പിക്കണേ നാഥ, വിജയം നൽകണേ നാഥ. അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ടവരെ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നാം. എത്ര വലിയ ആകുലതകളിലൂടെയും ആശങ്കകളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം. നമ്മുടെ ആകുലതകളും ആശങ്കകളൊക്കെ പടച്ച റബ്ബിനോട് ഇങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ട്, നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥനനെ KKPP എന്താ അത് കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മൾ പ്രാർത്ഥിക്കൊണ്ട് വെച്ചുണ്ട്. നിസ്കാരത്തിന് ശേഷം കേവലം ഒരു 3 തവണ അസ്തഗ്ഫിറുള്ളയും ഒരു 3 മിനിറ്റ് പ്രാർത്ഥനയും കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ തഹ്സീൽ വേറെ ആരുമില്ല, നമ്മളെക്കാൾ വലിയ മുത്തഖി വേറെ ആരുമില്ല. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരുടെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് ഇറങ്ങിത്തിരിക്കണത്? അള്ളാഹുവിന്റെ നിർദ്ദേശവുമല്ലേ. എന്നിട്ട് പോലും പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓരോരോ ശത്രുക്കളും വെട്ടേറ്റ് വീഴുന്നതും മരണപ്പെടുന്നതും എന്ന ചരിത്രത്തിൽ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ഓരോരുത്തരും വീഴുന്നതും ഓരോരുത്തരും അപകടത്തിൽപ്പെടുന്നതും മരണപ്പെട്ടു വീഴുന്നതും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറയുന്ന ആ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. ആ യുദ്ധവേളയിൽ ഓരോരുത്തരും വിടുന്ന കാര്യം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടം ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. നാം
കാണിച്ചു തരുമായിരുന്നു. എന്നിട്ടും പോലും അള്ളാഹുവിന്റെ റസൂൽ ആ പ്രാർത്ഥന നെടുത്തിയില്ല എന്ന്. ആ പ്രാർത്ഥന പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇപ്പോ യൂനുസ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അള്ളാഹ് ഉത്തരം തരുന്ന, കടലിന്റെ ആഴിയിലകപ്പെട്ട കൂരിരുട്ടിലകപ്പെട്ട മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട ആ സമയത്തും നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലട്ടോ. സുബ്ഹാനക റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പഠിച്ചവനെ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാദാ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? എത്ര വലിയ രോഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്കൊരു സമയം ഉണ്ടാവണം. പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ഈ റമളാനിന്റെ ദിവസങ്ങളിൽ, ഈ ബദറിന്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പ്രാർത്ഥന ഉണ്ടാവണം. അത്താഴ സമയത്ത് നമ്മൾ എണീക്കുന്നു, കുറച്ച് മുമ്പ് എണീക്കാൻ കഴിഞ്ഞാൽ അള്ളാഹ് സമയത്ത് നൽകുന്ന ഓഫർ എത്രത്തോളം. ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത് അവർക്ക് ഞാൻ ഉത്തരം തരാം. ആരാണ് തന്റെ ആവശ്യങ്ങള്, തന്റെ ആഗ്രഹങ്ങള് താൻ നേടിയെടുക്കാൻ കൊതിച്ചത് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകുന്നതാണ്. ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? തരുമെന്ന് പറഞ്ഞാൽ തരുന്നവനായ റബ്ബ്. എത്രത്തോളം എന്നറിയോ? റഹ്മാനായ റബ്ബിലേക്ക് ഉയർത്തിയ കരങ്ങൾ വെറും കയ്യാലെ മടക്കി അയക്കുക എന്ന വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ലജ്ജിതനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എങ്ങനെ? റബ്ബിലേക്ക് നമ്മൾ കാര്യം കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടേ അതിന് ഉത്തരം കിട്ടാതെ വെറും കയ്യാലെ മടക്കി അയക്കുക എന്ന വിഷയത്തിൽ അല്ലാഹു ലജ്ജിതനാണ് എന്ന് ആ റബ്ബ് നമ്മോട് പറയും, ചോദിച്ചോ ഞാൻ തരാം. ബദറിൽ കണ്ടത് പ്രിയപ്പെട്ടവരെ അതല്ലേ? വലിയ ആശ്വാസമായിരുന്നു, വലിയ ആനന്ദമായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരിൽ ഉണ്ടായത്. ഒരു മയക്കം അവർക്ക് ലഭിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അവർക്കൊരു മയക്കം ലഭിച്ചു, അവർക്ക് ഒരു മഴ ലഭിച്ചു. എത്രത്തോളം വലിയ അനുഗ്രഹങ്ങളാണ് അവർക്ക് ഉണ്ടായത്. പരിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ആ വിഷയത്തെ പറഞ്ഞത്. ഇത് യുഗശീക്കും അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. അവർക്കിതാ വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ ഒരു ചെറുമയക്കം അല്ലാഹു സമ്മാനിക്കുകയാണ്. വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. മനസ്സിന് കൺകുളിർമ നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ചാറ്റൽ മഴ റബ്ബ് നൽകുകയാണ്. ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. മനസ്സിൽ നിന്ന് ഭയം നീക്കുന്ന, വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അവർക്ക് സ്ഥിരത നൽകുന്ന, സ്ഥൈര്യം നൽകുന്ന, ആശ്വാസം നൽകുന്ന, ഭയത്തിൽ നിന്ന് മുക്തി നൽകുന്ന ഒരു ചാറ്റൽ മഴ അവർക്ക് റബ്ബ് നൽകിയില്ലേ പ്രിയപ്പെട്ടവരെ? അവരുടെ മനസ്സിന് റബ്ബ് ധൈര്യം നൽകിയില്ലേ പ്രിയപ്പെട്ടവരെ? ക്ഷീണിച്ച് തളർന്ന സ്വഹാബത്തിന് ഒരു ചെറുമയക്കം റബ്ബ് സുബ്ഹാനഹു വ തആല സമ്മാനിച്ചില്ലേ? വലിയ ആശ്വാസമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണെറിഞ്ഞപ്പോൾ ശത്രുക്കളുടെ മുഴുവൻ കണ്ണിലും എത്താണ്. അത് അള്ളാഹിന്റെ സഹായമായിരുന്നു, ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് സൂറത്തുൽ അൻഫാലിലൂടെ ആ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. താങ്കളല്ലട്ടോ എറിഞ്ഞത്, അല്ലാഹ് എറിഞ്ഞതാണ്. അള്ളാന്റെ സഹായം പ്രിയപ്പെട്ടവരെ ആ രൂപത്തിലല്ലേ ഉണ്ടായത്. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. എന്നാലോ ഇവിടെ ആശ്വാസം ഇട്ടുകൊടുത്തു, അവിടെ ഭയം ഇട്ടുകൊടുത്തത്. 1300ഓളം ആൾക്കാരുണ്ട്, 1000 ചില്ലാൻ ആൾക്കാരുണ്ട് അല്ലേ? ബാഹ്യമായി നോക്കുമ്പോൾ തകർക്കാനും പൊട്ടിത്തെറിപ്പിച്ചു വിടാനും ആ രൂപത്തിലായിരുന്നു അബൂജഹൽ കണ്ടത്. പക്ഷെ അല്ലാഹ് എന്ത് ചെയ്തു? സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഭയമിട്ട് കൊടുത്തു. വിശ്വാസികൾ അല്ലാഹ് എങ്ങനെ സഹായിച്ചത്? അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ അല്ലാഹ് മലക്കുകളെ ഇറക്കി കൊടുത്തിട്ടാണ് സഹായിച്ചത്. ഹദീസുകളിൽ കാണാൻ കഴിയും, വെട്ടാൻ പോകുമ്പത്തിന് തലയുടെ പോവുക. അത് അള്ളാന്റെ സഹായ പ്രിയപ്പെട്ടവരെ. ബദർ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. അവരുടെ ഈ ഇസ്തിഗാസക്ക്
ഈ വല്ലാത്ത പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയാ. അള്ളാഹു എന്താണ് അവിടെ പ്രയോഗിച്ചത്? പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും പ്രാർത്ഥന. ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവര് സഹായം തേടിയ ആ സന്ദർഭമുണ്ടല്ലോ, ഫസ്തജാബ ലക്കും, അള്ളാഹു അവർക്ക് ഉത്തരം നൽകി എന്നുള്ളതാണ്. ആ ഉത്തരം നൽകിയ രൂപമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ട് ബദർ ഒരുപാട് പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. അല്ലെ, നിങ്ങരായി പോകുമായിരുന്ന ഒരു ചെറു സംഘത്തെ അള്ളാഹു സഹായിച്ചു. അത് എങ്ങനെയാണ് സഹായിച്ചത്? ആ ഈമാനിന്റെ ചാലക ശക്തിയായിരുന്നു. ആ പ്രാർത്ഥനയുടെ പ്രിയപ്പെട്ടവരെ ഫലമായിരുന്നു അവിടെ കണ്ടത്. ആ പ്രാർത്ഥന മുഅ്മിനീങ്ങളെ നമുക്കുമുണ്ട്. മലക്കുകൾ നമ്മെ സഹായിക്കുമെന്ന ഇതിന്റെ വക പറഞ്ഞതല്ല. നമ്മുടെ ഈമാനുണ്ടോ? നമുക്ക് പ്രാർത്ഥന ഉണ്ടോ? മലക്കളുടെ സഹായം നമുക്കുണ്ടാവും. നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ? വേണം. അതിന് തീരുമാനങ്ങളാ വേണ്ടത്. ആഗ്രഹങ്ങൾ മാത്രം പോരാ, തീരുമാനങ്ങൾ വേണം. ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. ഒരു സഹാബി വര്യൻ, അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരു അറാബി വര്യനാണ്. ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നാണ്. ഇസ്ലാമൊക്കെ സ്വീകരിച്ച് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനുധാവനം ചെയ്ത് എല്ലാ കാര്യത്തിനും ഒപ്പുണ്ട്. അങ്ങനെ ഒരു യുദ്ധം നടന്ന സ്വാഭാവികമായിട്ടും ഗനീമത്ത് സ്വത്ത് അള്ളാഹുവിന്റെ റസൂൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമല്ലോ. ആ വീതിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് ഈ സ്വഹാബി വര്യനും കൊടുത്തു. അത് കൊടുത്തത് സ്വഹാബത്തിന്റെ ഒരു വ്യക്തി, ഒരു സഹാബിയുടെ കയ്യിലാണ് കൊടുത്തത്. സഹാബി വര്യൻ എന്ത് ചെയ്തു? ഇത് ഈ വ്യക്തിക്ക് കൊടുത്തു. ഈ വ്യക്തിക്ക് കൊടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയതാണ്, ഇത് ഗനീമത്ത് സ്വത്താണ് എന്നൊക്കെ പറഞ്ഞു. ഇതും മേടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവുകയാണ്. മഹാദ, ഇതെന്താന്ന് ചോദിച്ചു. ഖസമുൻ ഖസമഹു ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാബി പറയാണ്, ഖസമുൻ ഖസമഹു ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയതാ. ഇത് മേടിച്ചിട്ട് പോയി റസൂലുള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു, മഹാദ, ഇതെന്താ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഖസംതുഹു ലക, ഞാൻ നിനക്ക് ഈ ഗനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം നൽകിയതാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപ്പെട്ടവരെ ഈ പുതുതായി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബി വര്യൻ പറയുന്നത്, മാ അലാ ഹാദാ ഇത്തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല താങ്കളോടൊപ്പം അണിചേർന്നത്, ഇതിനു വേണ്ടിയിട്ടല്ല പ്രവാചകരെ താങ്കളോടൊപ്പം ചേർന്നത് പ്രവാചകരെ. പിന്നീട് എന്തിനാ ചേർന്നത്? വലാകിന്നി ഇത്തബഅതുക, ഞാൻ താങ്കളെ അനുധാവനം ചെയ്തത് എന്തിനാ? ഞാൻ താങ്കളോടൊപ്പം ചേർന്നത് എന്തിനാ? എനിക്കിവിടെ ഒരു അമ്പ് തറക്കണം. ആ അമ്പ് തറച്ചിട്ട് എനിക്ക് ഷഹീദാവണം. ആ ഷഹീദായിട്ട് എനിക്ക് സ്വർഗത്ത് പോകണം. അത് അവർ കിനാവ് കാണുകയും അവരതിന് കൊതിക്കുകയും ചെയ്തു. അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ലേ, നിങ്ങളത് മനസ്സറിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അള്ളാഹു ഇത് സത്യപ്പെടുത്തുട്ടോ. അള്ളാഹു സത്യപ്പെടുത്തും. പിന്നീട് മറ്റൊരു യുദ്ധം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട് അവിടെ. ആ സ്വഹാബി വര്യൻ എവിടെയാണോ ചൂണ്ടിക്കാണിച്ചത് അവിടെ തന്നെ അമ്പ് തറച്ച ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? അവർക്ക് ആ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ കാണാൻ കഴിയുക. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, അന്ന് നമ്മോട് പറഞ്ഞ വ്യക്തിയാണോ ഇത്? സഹാബ, അന്ന് നമ്മോട് ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ, ആ വ്യക്തിയാണോ ഇത്? അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്വഹാബത്തിനോട് ചോദിച്ച വേളയിൽ സ്വഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പ്രവാചകരെ അവർ തന്നെയാണ്. ആ സമയത്ത് റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, സദഖല്ലാഹ്, അല്ലാഹ് സത്യപ്പെടുത്തിയിട്ടോ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കൊതി ഉണ്ടാവണം, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹവും കൊതിയും പ്രവർത്തന മേഖലയിൽ അവർ ഇറങ്ങി തിരിച്ചതിന്റെ വിജയമായിരുന്നു ബദർ നമുക്ക് സമ്മാനിച്ചതെങ്കിൽ ആ സഹായമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമുക്കും നൽകും. ഒരു സംശയവുമില്ല, നമുക്കും നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അവിടെ നമുക്ക് ഉണ്ടാവേണ്ടത് എന്തെന്നറിയോ? ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന ഒരു ആത്മാർത്ഥമായ ചിന്ത നമുക്കുണ്ടാകണം. പിശാചിന്റെ കെണിയിൽ ഒരു കാരണവശാലും ഞാൻ ഉൾപ്പെടുകയില്ല.
പിശാചിന്റെ കെണിയിൽ ഒരു കാരണവശാലും ഞാൻ ഉൾപ്പെടുകയില്ല. കാരണം ബദറിലെ അബൂജഹലിനെ താങ്ങായത് പ്രിയപ്പെട്ടവരെ പിശാചായിരുന്നു. പിശാച് പറഞ്ഞിരുന്നു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഇന്നി ജാറുലക്കും, താങ്ങായി തണലായിട്ട് ഞാനുണ്ട് എന്ന് പിശാച് പറഞ്ഞ ആ വേളകളും ആ സന്ദർഭങ്ങളും ഖുർആൻ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നീട് എവിടുന്നാണ് പിശാച് കൈ ഒഴിഞ്ഞു മാറിയത്? അല്ലേ? ആ ഒരു കാണുന്ന രംഗത്ത് ഇന്നി ബരി ഉമ്മിനിക്കും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന ആ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. ജനങ്ങൾ നിങ്ങൾക്കാട്ടോ വിജയം, നിങ്ങളെ മറികടക്കാൻ വേറെ ആരുമില്ല. ഇന്നി ജാറുലക്കും, ഞാൻ നിങ്ങൾക്ക് താങ്ങായി തണലായിട്ടുണ്ട്, കൂട്ടാളിയായിട്ടുണ്ട്. പക്ഷേ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ നഖസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും. ആ സംഘത്തെ ഇങ്ങനെ കാണുന്ന രംഗത്തെ ഞാൻ നിങ്ങളൊപ്പല്ലോ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നി അറാ മാലാ തറൗന ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. ഇന്നി അറാ മാലാ തറൗൻ, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നു. ഇനി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇന്ന് പിശാച് അവരോട് പറയാ. പിശാച് അവിടെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പിശാചിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ബദർ നമ്മെ പഠിപ്പിക്കല്ലേ. എല്ലാത്തിനും മോട്ടിവേഷൻ നൽകിയിട്ട് പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ തോന്നിക്കുക, അത് ചെയ്തട്ടോ ഇപ്പൊ എന്തിനാ 3-4 ജുസൊക്കെ ഓത്, പോക്കിരികളെ കെട്ടിയിട്ടുള്ളൂ, എന്തിനാ 3-4 ജുസൊക്കെ ഓതണ്? എൻ്റെ ഒപ്പമുള്ളതുണ്ടോ? ഒരു ജുസ് പോലും ആയിട്ടില്ല കേട്ടോ, പതി ഓതിയാതിയടാ. സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ടേ ആ 500-ന്റെ 3 നോട്ട് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അത് കൊടുത്തപ്പോ എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാപ്പോ എവിടെ പൈസ? അങ്ങനെ തോന്നിപ്പിക്കുക. ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കണം, ഒരു പള്ളിയിൽ ഒരു 14,000 രൂപ, ഒരു 15,000 രൂപ ഒരു നോമ്പ് ഉറപ്പിക്കാൻ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷെ അത് കൊടുക്കണ നേരത്തോ തോന്നിപ്പിക്കും. അത് പിശാച് അങ്ങനെ പലതും തോന്നിപ്പിക്കും. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ അലങ്കാരമാക്കി തോന്നിപ്പിക്കും. അത് ബദറിലും പിശാച് ചെയ്തു. ആ പിശാചിനെ കരുതിയിരിക്കണമെന്ന് അല്ലാഹ് നമ്മോട് പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അത് അബൂജഹലിന് മനസ്സിലായില്ല. അബൂജഹൽ കൂട്ടാളിയായി കൊണ്ടു നടന്നു. പക്ഷേ ആ മലക്കുകളെ കണ്ട രംഗത്ത് ഇനി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ വിട്ടുപോയ പിശാച് പ്രിയപ്പെട്ടവരെ നമ്മളെയും കൈയൊഴിയും, ഒരു സംശയവുമില്ല. പല തിന്മകളും ചെയ്യിപ്പിക്കാനും പല കാര്യങ്ങൾക്കും മോട്ടിവേഷൻ നൽകിയും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നും ആ പിശാച് നമ്മെ ചതിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അതിനൊപ്പുറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്തിനാണ് ഏത് സമയത്തും റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന വലിയൊരു തീരുമാനം ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയുള്ള പ്രാർത്ഥനയെന്നറിയോ? അബൂജഹലും പ്രാർത്ഥിക്കുന്ന റബ്ബിനോട് തന്നെയാണ്. അബൂജഹലും പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാണ്. അല്ലാഹുമ്മ അഖ്തഇന ലിർറഹിമി വആതാനാ ബിമാ ലാ യുറഫു. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് പരിചിതമില്ലാത്തത് കൊണ്ടുവരികയും ഞങ്ങളുടെ ഇണയിലുള്ള ഇണക്കത്തെയും ബന്ധത്തെയും ഇല്ലാതാക്കുകയും ചെയ്തവരുണ്ടല്ലോ. യഥാർത്ഥ വ്യക്തിത്വങ്ങൾക്ക് വിജയം കൊടുക്കുക അല്ലാഹ് എന്ന് അബൂജഹലും അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അബൂജഹൽ ആരോട് കൂടി പ്രാർത്ഥിച്ചു? ലാത്തയോടും ഉസ്സയോടും യൗക്കിനോടും നസ്റിനോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അബൂജഹൽ കൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ അതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ. ജബൽ അബി ഖുബൈസ് മല വലിയ മലയാണ്. ആ മലയുടെ ഒരു ഭാഗമാണ് സഫാ കുന്ന് എന്നുള്ളത്. ഈ സഫാ കുന്നിൽ കയറി നിന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും എന്ന് പറഞ്ഞത്. അവിടെയാണ് അബൂലഹബിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. തബ്ബൽ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശമുണ്ട്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? പ്രവാചകന് ആശ്വാസമേകുന്ന വാചകങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മസ്ദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നവൻ നാശമടയും. റബ്ബ് പ്രവാചകന് ആശ്വാസമേകുന്ന വാക്കുകൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അത്രയും വിഷമിച്ചു. എന്തിന്റെ പേരില്ല? അവർ അള്ളാഹിനെ അറിയാത്തവരായിരുന്നോ? ഒരിക്കലും അല്ലട്ടോ.
ഒരിക്കലുമല്ല. ഈ ബദർ എന്തിനാ നടന്നു വെച്ചാൽ അവർ അള്ളാഹുവിനെ കൂടെ ലാത്തയും ഉസ്സയും മനാത്തയോട് സഹായം തേടി, അതിന്റെ പേരിൽ മാത്രാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. അവരോടെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ, ആരോട്? മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവര് പറയുമായിരുന്നു അല്ലാഹു ആണെന്ന്. പ്രിയപ്പെട്ടവരെ, സമാനമായ എത്രയെത്ര ആയത്തുകൾ. മന്നസ്സല മിനസ്സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ. ആരാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിപ്പിക്കുന്നത്, ഭൂമിയെ ജീവിപ്പിക്കുന്നത്? ഒക്കെ പറയില്ലേ യഖൂലുന്നല്ലാ, അള്ളാഹുവാണ്. പിന്നെ എന്തേ അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം? രണ്ടായത്തുകളിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്തിന് ബദർ നടന്നു? ഈ ആശയത്തിന്റെ പേരില. അവരുടെ ആശയം എന്തായിരുന്നു? വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ലാത്തിയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും പോലുള്ളവരെ ഞങ്ങൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണവർ. അത്രേ അവർക്ക് ഞങ്ങൾ കാണുന്നുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇത് സൂറത്ത് യൂനസിലെ 18-ാമത്തെ വചനത്തിലൂടെ അള്ളാഹ് പഠിപ്പിച്ച, സമയത്തിന് കുറവുകൊണ്ട് ഞാൻ ആയത്തിന്റെ ആ ഭാഗം മാത്രമാണ് പറയുന്നത്. ഇനിയോ സൂറത്ത് സുമറിലൂടെ അവരുടെ വിശ്വാസത്തെ, അവരുടെ ആശയത്തെ, എന്തിന് ബദർ നടന്നു എന്ന് റബ്ബ് പഠിപ്പിച്ചില്ലേ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളെ ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ ഇബ്രാഹിം നബിയെയോ ഇസ്മായിൽ നബിയെയോ ആരാധിക്കുന്നില്ല, ഇല്ലാലി അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, ഇലല്ലാഹി സുൽഫ, അവരെ മാധ്യമങ്ങളായി, മധ്യവർത്തികളായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ബദർ നടന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലെ ആ ഒരു വിശ്വാസത്തിലേക്കും ഒക്കെ കടക്കണം. ബദർ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ബദർ എന്തിനാ നടന്നത്? ബദർ മൗലീദ് കഴിക്കാനും സുന്നികൾക്ക് ഇറച്ചിയും ചോറും തിന്നാനും. അതിനല്ല ബദർ നടന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമായിരുന്നു പ്രിയപ്പെട്ടവരെ ബദർ. ഇതിന്റെ പേരിലാ ബദർ നടന്നത്. ആ തൗഹീദ് പ്രബോധനം ചെയ്യാനും അത് പഠിക്കാനുമാണ് നാം സമയം കാണേണ്ടത്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ തൗഹീദ് ഉണ്ടല്ലോ നമുക്ക്. പ്രിയപ്പെട്ടവർ, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. റബ്ബ് നൽകിയ ഔദാര്യ നമ്മളൊക്കെ ഹിദായത്തിലായി എന്നുള്ളത്. പ്രവാചകന്റെ മുത്താപ്പയായ അബൂ താലിബിന് കിട്ടാത്ത, റസൂലുള്ളാഹിന്റെ ഉപ്പക്കും ഉമ്മക്കും കിട്ടാത്ത അബീബ അബാക ഫിന്നാർ, റസൂലുള്ളാഹിന്റെ ഉപ്പ എവിടെ? നരകത്തിലാ. ഹദീസിലൂടെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയതാ. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ ഹാജിറക ബിഹാ ഇൻദല്ലാഹ്. പൊന്നു മുത്താപ്പങ്ങളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അവർക്ക് കിട്ടാത്ത ആ ഹിദായത്ത് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ബാധ്യതകൾ കുറച്ചല്ല പ്രിയപ്പെട്ടവരെ. തൗഹീദ് എന്ന സുന്ദരമായ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ റബ്ബ് നമുക്ക് അവസരം നൽകി. നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ഇബാദത്തുകളിൽ മുന്നേറാനും നാം നേടിയ, നാം മനസ്സിലാക്കിയ ആ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ആ വലിയ ദൗത്യം പ്രിയപ്പെട്ടവരെ നിർവഹിക്കേണ്ടവരാണല്ലോ ഞാനും നിങ്ങളും. യാ മൻ ബിഹി ഹല്ലറദ വമൻ ബിഹമ്മിൻ നക്കിദ കുൽ നാദിയൻ മുസ്തൻജിദ യാ ഹിര ബദർ ശുഹദ. ഇത് പ്രാർത്ഥിക്കുന്നവരും തേടുന്നവരും കവിതാരൂപത്തില് അട്ടഹസിച്ച് റമദാനിന്റെ 17-ാം രാവിലെ ചൊല്ലുന്നൊരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ നമുക്ക് സമയം കാണണ്ട. ഞാൻ എൻ്റെ കുട്ടികളും തട്ടാനെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? നമ്മള് പോരാ പ്രിയപ്പെട്ടവരെ. ഓരോരോ വീടകങ്ങളിൽ കയറി പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീബത്തും ബദിരിങ്ങളെ ബർക്കത്തിനാൽ തുണയേകണം യാ റബ്ബനാ. ഇത് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് ചൊല്ലുക. പരിശുദ്ധ റമദാനിന്റെ ദിവസം പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് പകരം അവർക്ക് നന്മ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ ഉത്തരവാദിത്തം ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട 4 കാര്യങ്ങളെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചപ്പോ ഇൽമാണ്, അറിവ് പഠിക്കണം നാം. അപ്പോഴേ നമുക്ക് ആ തൗഹീദിന്റെ സുന്ദരമായ പാതയിലൂടെ എന്നെന്നും സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈമാൻ എന്നത് വസ്ത്രം നിർമ്മിച്ചു പോകുന്ന പോലെ നിർമ്മിച്ചു പോകുന്ന ഫസ്അലുല്ലാഹി യുജദ്ദിദൽ ഈമാന. നിങ്ങളെ ഈമാൻ പുതുക്കി കിട്ടാൻ വേണ്ടി റബ്ബിനോട് ചോദിച്ചോന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് അള്ളാനെ ഭയപ്പെടാൻ കഴിയുള്ളൂ. മിൻ ഇബാദിഹിൽ ഉലമാ. രണ്ടാമത്തെ അമലാക്കണം അല്ലെ. കുറെ നമ്മൾ കേട്ടു, ബദർ കേട്ടു. ബദറിന്റെ ചരിത്രത്തിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ നാം അയവർന്ന് പ്രാവർത്തികമാക്കാൻ നാം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളാവും ദൗർഭാഗ്യവാന്മാർ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്ന രംഗത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ആ കോപത്തിന് ഇരയായവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്വഭാവം എന്താ? ഇൽമും ബിലാ അമല, അറിവൊക്കെ പ്രവർത്തിക്കൂല, അറിവുണ്ട് പ്രവർത്തിക്കൂല. ആ കൂട്ടത്തിലാണ് കുറെ കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ജീവിതത്തിലെ നന്മകൾ കൊണ്ടുവരാത്തവർ ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ അദ്ദഅവതു ഇലൈഹി, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. അല്ലേ, എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ അല്ല, അന്നാരെ കണ്ണിന് തെന്നാലായതുണ്ടല്ലോ, നമ്മെ കൊണ്ട് ഒരു നോട്ടീസാണ് എത്തിച്ചു കൊടുക്കാൻ. അത് ഇപ്പം നമ്മളൊക്കെ ഇടുന്ന സ്റ്റാറ്റസുകൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മക്കളുടെ ചിരിച്ച മുഖങ്ങൾക്കപ്പുറം ഞാനും നമ്മളും നമ്മുടെ ഫാമിലിയും നിൽക്കുന്ന ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി നിൽക്കുന്ന ഒരു പിക്കിനപ്പുറം ഒരു ആയത്ത് പ്രിയപ്പെട്ടവരെ നാം അത് സ്റ്റാറ്റസ് ആക്കിയാൽ, ആ ബദറിന്റെ രണാങ്കളത്തിൽ ആ സ്വഹാബത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ദീനിന്റെ നിലനിൽപ്പാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ, ഈ ദീനിന്റെ തുടർച്ചയാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ നമ്മിലൂടെയും അത് ഉണ്ടാവണമെന്നൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം. അപ്പോഴാണ് ഈ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുന്നതിന് ആദ്യം അർത്ഥം ഉണ്ടാവുള്ളൂ. ഒരു മെസ്സേജ് വന്നൊന്ന് ഫോർവേഡ് ചെയ്യാൻ നമുക്ക് സമയമല്ല. ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും വാട്സപ്പിലും ഒക്കെ സമയം ചെലവഴിക്കാൻ നമുക്കൊരു തിരക്കില്ല. അവിടെ നമ്മുടെ സ്റ്റാറ്റസുകൾ പ്രിയപ്പെട്ടവരെ ദീനി സ്റ്റാറ്റസുകളായി മാറണം. നമ്മെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അസ്സുബ്റു അൽ അദാ ഫീഹി, ഇതൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴേ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കും വേണം. ഇതാണ് വിശ്വാസികളുടെ മേൽ നിർബന്ധമായ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഉസൂൽ സലാസ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതാ ഉണ്ട്. പറഞ്ഞതിലും കേട്ടതിലൊക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സാമ്പത്തിക പ്രയാസങ്ങളാൽ പ്രയാസപ്പെടുന്ന കുറേ സഹോദരങ്ങൾ അല്ലാഹുവേ പരിഹാരമേഖല അല്ലാഹ്. അല്ലാഹുവേ, ഈ റമളാനിന്റെ ദിനങ്ങളിൽ ഞങ്ങൾ നോറ്റ നോമ്പും നിർവഹിച്ച സ്വതക്കകളും നമസ്കരിച്ച നമസ്കാരങ്ങളും സ്വീകരിച്ച് സ്വർഗീയ പൂങ്കാവനം ലഭിക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ച നിങ്ങളുടെ ഉസ്താദന്മാര് പണ്ഡിതന്മാര് പലരും ഖബറിലാണ്. അല്ലാഹുവേ, ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും ഒക്കെ സ്വർഗീയ ആരാമത്തിൽ വിരാജിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ അല്ലാഹുവേ ദീനിന്റെ ചട്ടക്കൂടിൽ ജീവിക്കാനും കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലിബറലിസത്തിന്റെയും സ്വതന്ത്രവാദത്തിന്റെയും കെണിയിൽ പടച്ച റബ്ബേ ഞങ്ങളുടെ യുവതലമുറയെ അകപ്പെടുത്തല്ലേ നാഥ. അല്ലാഹുവേ, അവരുടെ ഷറിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും കാത്തിരക്ഷിക്കണേ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا صيامنا وقيامنا وصدقاتنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.